ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരി ആകെ സങ്കടപ്പെട്ട് പുറത്ത് മാറിയിരുന്ന കരയാണ്. അപ്പം നേരെ ശങ്കു റൂമിലേക്ക് വന്നു. അപ്പോൾ വന്നപ്പോഴത്തേനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, എന്താ ഗൗരി, നീ കരയാണോ? അല്ല ശങ്കു, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കണ്ണി പൊടി പോയതാ. അപ്പോൾ ഗംഗി അങ്ങോട്ടേക്ക് കയറി വന്നു. എന്തു പറ്റി ഗൗരിക്ക്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. എടി ഗൗരി, നിൻ്റെ പിറന്നാളല്ലേ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ പിറന്നാൾ, എന്നോടൊപ്പമുള്ള നിൻ്റെ ആദ്യത്തെ പിറന്നാൾ. എന്നിട്ട് നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണത്? നാളത്തെ നിൻ്റെ പിറന്നാൾ ദിവസം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളതാ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഗൗരി നിൻ്റെ മുഖത്ത് എന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചു. സന്തോഷിക്കണതിന് പകരം നീ എന്തിനാ ഇങ്ങനെ കരയണത്? അപ്പോൾ കരഞ്ഞു. അതെ ശങ്കു, ഞാനൊരു കാര്യം പറയട്ടെ, നാളെ ശങ്കറിൻ്റെ കൂടെയുള്ള ആദ്യത്തെ പിറന്നാളാണ്, അത് ശരിയാണ്. പക്ഷേ സന്തോഷിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. എടോ, തൻ്റെ പിറന്നാളിന് വീട്ടിൽ നിന്ന് ആരും വരില്ല എന്നാണോ തൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഗംഗ. എൻ്റെ ഗൗരി, ശ്യാം സാറും മുത്തശ്ശിയും നന്ദിനിയമ്മയും ഒക്കെ ഉറപ്പായിട്ടും എത്തൂട്ടോ. അവർ വരുമെന്നേ. നിൻ്റെ ബർത്ത്ഡേ അവർക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല, അവരാരും വരില്ല ശങ്കർ. നീ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നിൽക്കണ്ട കേട്ടോ. അതൊന്നും സംഭവിക്കില്ല, ഉറപ്പാ ശങ്കർ എന്ന് പറഞ്ഞു. അവരാരും നാളെ വരില്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ എന്നോട് അത്രയ്ക്ക് ദേഷ്യമായപ്പോൾ ഉള്ളത്. എടോ ഗൗരി, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട, അങ്ങനെ അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ പോളിസി, മനസ്സിലായോ? അപ്പോൾ വേഗം ഗൗരി എഴുന്നേറ്റിട്ട്, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല ഗംഗെ. ഇതുവരെയുള്ള എല്ലാ പിറന്നാളിനും അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും ആരതി മോളുടെയും ആദർശേട്ടൻ്റെയും അവരുടെയൊക്കെ ഒപ്പമായിരുന്നു ഞാൻ ഇതുവരെയും ആഘോഷിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊന്നും കൂടെയില്ലാത്ത എൻ്റെ ആദ്യത്തെ പിറന്നാളല്ലേ ഇത്. ഗൗരി, നീ എന്നിൻ്റെ കൂടെ ആരില്ലെങ്കിലും എന്താ കുഴപ്പം? ഞാനില്ലേ പെണ്ണേ, പിന്നെ നിനക്കെന്താ? നീ അങ്ങനെ ഒറ്റപ്പെട്ടു പോവാൻ ഈ ശങ്കർ ബായി എന്താണെങ്കിലും ജീവനോടിരിക്കുമ്പോൾ സമ്മതിക്കുമോ? ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഗംഗ അവിടെ വന്നിട്ട്, അതെ, നാളത്തെ പിറന്നാൾ ഫംഗ്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ നിന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഗൗരിയുടെ ഈ മൂഡിൽ നമ്മളത് പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റാണ്. ഗൗരിക്ക് വേണ്ട കോസ്റ്റ്യൂംസ് വരെ റെഡിയാണ്. അപ്പം പിന്നെ ബാക്കി ഇനി അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് അറേഞ്ച് ചെയ്താൽ പോരെ ശങ്കു? അത് പോരെ എന്ന് ചോദിച്ചോ. അത് പോരേന്നോ? എൻ്റെ പൊന്നു ഗംഗേ, അത് തന്നെയാണ് നിന്നോട് ഞാനും പറയാൻ വന്നത്. എന്നാലേ നിൻ്റെ മനസ്സിലെ ഞാൻ മനസ്സാക്കിയത് കണ്ടോ ശങ്കു? എൻ്റെ പൊന്ന് കട്ടുറുമ്പേ, ആകെ വിഷമിച്ച് ഫീലിങ്സ് അടിച്ചിരിക്കേണ്ട എൻ്റെ പെണ്ണിനെ ഞാനൊന്ന് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചോട്ടെ. നീ അതിനൊരു അവസരമെങ്കിലും തരുമോ? ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തോരം വേണമെങ്കിലും സമാധാനിപ്പിച്ചോ, ഞാൻ പോയി തന്നേക്കാം. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ നാളെ രാവിലെ തന്നെ ഇരിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സെറ്റ് എന്ന് പറഞ്ഞു ഗംഗ അങ്ങ് പോയി. അപ്പോൾ ഗൗരി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കു എടുത്ത് ചെന്നിട്ട്, അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ, ഞാൻ ഓക്കെയാണ്. ഗൗരി, ദേ, മുമ്പ് എപ്പോഴോ ഞാൻ പഠിച്ചൊരു കാര്യം കേട്ടോ. എന്താണെന്നറിയോ? പഠിച്ചതാകാൻ വഴിയില്ല, ആരായാലും പറഞ്ഞതുമായിരിക്കും. ഞാൻ നിനക്ക് അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ നമ്മളെ ചിലപ്പോൾ വല്ലാണ്ടൊക്കെ വേദനിപ്പിച്ച് കളയും, നമ്മളെ ഒറ്റപ്പെടുത്തി കളയും. അതിലൊന്നും നമ്മൾ തളർന്നു പോകാനൊന്നും പാടില്ല കേട്ടോ. അതെന്താണെന്നറിയോ? അത് മറ്റൊന്നും കൊണ്ടല്ല, സത്യം നമ്മുടെ ഭാഗത്താണ് എങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ഒരു ദിവസം സത്യം തിരിച്ചറിഞ്ഞ നമ്മളെ തന്നെ അടുത്ത് അവർ തന്നെ എത്തും. ദേ, ഇങ്ങനെ തന്നെ അവരെത്തും, ഇവർ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഗൗരിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അതുവരെ എൻ്റെ ക്ടാവ് വീഴാണ്ടേ ഞാൻ നോക്കിക്കോളാം, എന്താ? അത് പോരെ ഗൗരിയെ എന്ന് ചോദിച്ച് ഗൗരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശങ്കു. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ ആൾക്ക്. എന്താണെങ്കിലും ശ്യാം സാറും നന്ദിനി അമ്മയും വരില്ല എന്ന് ഓർത്തിട്ടാണ് ഗൗരി ഇത്രയും അധികം സങ്കടപ്പെടുന്നത്. അപ്പോൾ അത് ഗംഗ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ശങ്കുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ആ വേണിയാട്ടോ. വേണി വിളിച്ചു. ആഹാ, ഇത് നമ്മുടെ വേണിയാണല്ലോ, അവക്കിട്ടൊരു പണി അങ്ങ് കൊടുത്താലോ. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തു ഗംഗ. അപ്പോൾ എടുത്തപടി നമ്മുടെ വേണി, ഏട്ടാ, എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു, എവിടെയായിരുന്നു? എന്നാ വേണിമോളെ ഇത്രയ്ക്ക് അത്യാവശ്യം എന്ന് ചോദിച്ചു ഗംഗ. എന്താണെങ്കിലും പറഞ്ഞോന്നേ. ആഹാ, എടി ഗംഗ, നീയോ? എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ നിൻ്റെ? എന്തേ വേണി?
നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? എൻ്റെ പൊന്നു, അതെ, എൻ്റെ ഏട്ടൻ്റെ ഫോൺ എങ്ങനെയാടി നിൻ്റെ കൈ വന്നത്? നിൻ്റെ ഏട്ടൻ്റെ ഫോൺ മാത്രമല്ല കേട്ടോ, നിൻ്റെ ഏട്ടനെ പോലും ഇപ്പം എൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. ഗംഗേ, ഒരുമാതിരി ഈച്ച ഡയലോഗ് നീ അടിക്കരുത് കേട്ടോ. ഞാൻ നിന്നെ ഏട്ടനെ വശീകരിച്ച് കൊണ്ടുപോകും എന്ന് നീ അല്ലേടി അന്ന് രാധമ്മയോട് പറഞ്ഞത്? മോളെ ഗംഗേ, നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് പണ്ടേ അറിയാമെന്നാണല്ലോ. അതുകൊണ്ടേ നീ അങ്ങനെ ചെയ്യുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കേട്ടോ അമ്മയ്ക്ക് ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തത്. എന്നാലേ നീ ഒരു കാര്യം കൂടി കേട്ടോട്ടോ, നിൻ്റെ ഏട്ടനെ ഞാൻ കംപ്ലീറ്റ് വശീകരിച്ച് കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഇനി ഒരു കുപ്പിയിലാക്കി അടിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോയച്ചാൽ മാത്രം മതി. എടി ഗംഗേ, ദേ നിനക്കെൻ്റെ സ്വഭാവം പണ്ടേ അറിയാവുന്നതാണല്ലോ അല്ലേ? നിൻ്റെ ആ പഴയ അലമ്പ് സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് എനിക്കറിയാലോ. അതിൽ മാറ്റവും ഇല്ല. ദേ എന്നെ കൊണ്ട് നീ വെറുതെ ഒന്നും പറയിപ്പിക്കില്ല കേട്ടോ. നീ കാരണം എൻ്റെ ഏട്ടൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ മോളെ, പണി കിട്ടൂ കേട്ടോ. പ്രശ്നം ഉണ്ടായാൽ നീ എന്തൊട്ടടി ചെയ്യുക എന്ന് ചോദിച്ചു. നിനക്കറിയാലോ വേണി, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് തീരുമാനിച്ചാട്ടോ. ദേ ഗംഗേ, അവർക്കിടയിൽ നീ എന്തൊട്ടെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നോക്ക്. അപ്പോഴേ ഈ വേണി കയറി അങ്ങോട്ട് ഇടപെടും കേട്ടോ. എന്നാൽ മോള് ഒരു കാര്യം കൂടി കേട്ടോട്ടോ. നീ എന്നെ ശങ്കർ മഹാദേവനെ, എൻ്റെ സ്വന്തം ശങ്കുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും കേട്ടോ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നീ ചെയ്തോട്ടോ. അപ്പോൾ ഡി ഗംഗേ, നീ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ. എൻ്റെ ഏട്ടൻ്റെയും ഗൗരിയുടെയും ലൈഫ് തകർക്കാൻ ശ്രമിച്ചാണ്ടല്ലോ ഈ ചാരങ്ങാട്ട് വേണിയെ ഏട്ടിൻ്റെ പണി അങ്ങോട്ട് തരും. എൻ്റെ ശങ്കുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എൻ്റെ മോളെ. ഞാൻ നിന്നോട് ബെറ്റ് വയ്ക്കാം. നമുക്ക് കാണാടി ഗംഗേ, നമുക്ക് കാണാട്ടോ. നീ എന്നെ ഉണ്ടല്ലോ ഞാൻ ശരിപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗ ചിരിച്ചുകൊണ്ട് നിൽക്കുക. നിന്നെ രണ്ടായിട്ട് കയറിയ അടുപ്പത്ത് വെച്ച് ഞാൻ കത്തിച്ച് കളയും, മനസ്സിലായോ? പിന്നെ ഞാൻ എന്തൊട്ടൊക്കെ ചെയ്യും നിനക്കറിയോ? കേൾക്കോ, അങ്ങോട്ട് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് കേട്ടോ വേണി. അപ്പോഴാണ് ശങ്കർ വരുന്നത്. ഗംഗേ, എൻ്റെ ഫോൺ എടുത്ത് നീ എന്തിനാ സംസാരിക്കണത്? ശങ്കു, നീ എന്നെ പുറത്ത് കൊണ്ടാന്ന് പറഞ്ഞില്ലേ? നമുക്കൊരു പടത്തിന് പോയാലോ, സെക്കൻഡ് ഷോയ്ക്ക്? അപ്പോൾ വേണിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഗ പറയുന്നതാണ് കേട്ടോ. അതെ, പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ഗൗരിയെ വിളിക്കണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതി. സെക്കൻഡ് ഷോയ്ക്കോ? ഗൗരിയെ വിളിക്കാണ്ട് സെക്കൻഡ് ഷോയ്ക്കോ? ശരിയാക്കി തരാം. നീ എന്തൊക്കെയാ പറയണത്? ആ ഫോണിൽ തരാനല്ലേ പറഞ്ഞത്? അപ്പോൾ വേണിയോ എന്ന് വിളിച്ച് വേഗം ശങ്കർ മേടിച്ചു. വേണിമോളെ, ഏട്ടാ ദേ അവൾ വള്ളി കേസാട്ടോ ഏട്ടാ. അതുകൊണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ വെറുതെ എടുത്ത് തലയെ വെക്കരുത് കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫുണ്ടല്ലോ അവൾ കൊളാക്കൂ, പറഞ്ഞേക്കാം. ശങ്കർ, വേണി എന്താ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കൊന്നും മിണ്ടണില്ല. ഗംഗേ, നീ ഒന്ന് പോയേ, ചുമ്മാ ഓരോരോ പൂലിവാലുണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞു ശങ്കു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഗംഗ അങ്ങ് കയറിപ്പോയി കേട്ടോ. എൻ്റെ വേണിമോളെ, ഇവള് പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട കേട്ടോ. ഇവള് ചുമ്മാ നിന്നെ വിളിച്ച് പറ്റിക്കാൻ വേണ്ടി പറയുന്ന. ഏട്ടൻ ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം കേട്ടോ. ഈ ഒരുത്തി കാരണമേ ഏട്ടനും ഗൗരിയും തമ്മിൽ തല്ലുണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഞാനവിടെ ചാനങ്ങാട്ടില്ലാണ്ടായിപ്പോയി. ഞാൻ തൃശ്ശൂരുണ്ടെങ്കിലുണ്ടല്ലോ അവളെ ഞാനിപ്പോൾ തേണ്ട പഞ്ഞിക്കിട്ടേനെ. എൻ്റെ പൊന്നു വേണിമോളെ, നീ കേസ് വിട്ടേ എന്തിനാ വിളിച്ചത് അത് പറ. അപ്പോൾ കുറേ നേരം നിന്നിട്ട് ഏട്ടാ, അത് ഞാൻ മറന്നു. എന്താ ചെയ്യുക? അല്ല, ഗൗരിയുടെ പിറന്നാളാഘോഷത്തിൻ്റെ കാര്യമൊക്കെ എന്തായി? ആഘോഷങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ, അതിലൊരു ഡൗട്ടും വേണ്ട കേട്ടോ. അത് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാ ഗൗരിക്ക്. ഒരാഘോഷവും വേണ്ടെന്നാ അവൾ പറയണത്. ഏട്ടനത് സമ്മതിച്ച് കൊടുക്കരുത് കേട്ടോ. ഇത് വേണിമോളെ, ഗൗരിയുടെ പിറന്നാളിലെ ശ്യാം സാറും ഫുൾ ടീംസും ഇവിടെ എത്തുമെന്ന് ഞാൻ ഗൗരിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിന്നെ വിശ്വസിച്ചാട്ടോ. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരുടെ ഗൗരിയുടെ പിറന്നാളിന് എത്തിയിരിക്കും. കംപ്ലീറ്റ് ടീംസിനെ ഈ തൃശ്ശൂർ എത്തിക്കും എന്ന് വേണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും വേണി അത് ചെയ്തിരിക്കും. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുന്നേ ഈ ഞാനല്ലേ പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കറിന് ഒരു സന്തോഷമൊക്കെ തോന്നി. ഇനി എന്താണേലും വേണി കൊണ്ടുവരുമല്ലോ, ഗൗരിക്ക് അവരുണ്ടെങ്കിൽ മാത്രമേ സന്തോഷമാവുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ്. കാണുന്നത് മഹാദേവനെ നമ്മുടെ കൊഴുത്തുരുമ്പ് വക്കീലിനെയാണ്. അപ്പം കൊഴുത്തുരുമ്പ് വക്കീലേ, തനിക്ക് എന്താണോ തോന്നുന്നത്? അയാളുടെ പ്രീ പോൾ സർവേ എങ്ങനെയുണ്ടോ? അല്ല മഹാദേവൻ സാറ് പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. മനസ്സിലാവണ്ടോ? അതെ, താൻ ഇനി ഒരു തേങ്ങി മനസ്സിലാക്കണ്ട കേട്ടോ. ദേ
താനല്ലേടോ പറഞ്ഞത് ഈ ചാരങ്ങാട്ട് മഹാദേവൻ തൃശ്ശൂർ ജയിക്കാനുള്ള ഒരു ചാൻസും ഇല്ലെന്ന്? ഇപ്പം എങ്ങനെയുണ്ടോ പറ? കളിയൊക്കെ ആകെ മാറിയില്ലേ? അതെ, അല്ല, ഇലക്ഷൻ കഴിഞ്ഞില്ലല്ലോ മഹാദേവൻ സാറേ, ഇലക്ഷൻ കഴിയട്ടെ. അതെ, ഇനി ഇലക്ഷൻ കഴിയാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ തന്നെ ജയിച്ചിരിക്കും. അതെ, ഉറപ്പിച്ചോട്ടെ താന് എന്ന് പറഞ്ഞു. പക്ഷേ മഹാദേവൻ സാറേ, ചെയ്യാൻ പോണതേ ചില്ലറ കാര്യമല്ല കേട്ടോ, ഇച്ചിരി കടന്ന കൈയാണേ. ഡോ, താന് ഈ ചെയ്യാൻ പോണ കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഒക്കെ തന്നെക്കാൾ കൂടുതൽ എനിക്കറിയാം കേട്ടോ. അത് തനിക്ക് മനസ്സിലായല്ലോ. താൻ എന്നെ വല്ലാണ്ട് എങ്ങനെ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. തൻ്റെ ക്ലാസ്സേ എൻ്റെ അടുത്ത് വേണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, പഠിപ്പിക്കാൻ വന്നൊന്നും അല്ല എൻ്റെ സാറേ, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. വേണ്ടായിരുന്നു, ചിന്തിക്കായിരുന്നു, അങ്ങനെ നാളെ തോന്നിയിട്ടൊരു കാര്യമില്ലല്ലോ. വേണ്ടത് തന്നെയാണ്, ആവശ്യമാണ്, അത്യാവശ്യമാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഓ ശരി എന്ന് പറഞ്ഞു. മഹാദേവ സാറിന് ഇക്കാര്യത്തിൽ ഇത്രയ്ക്ക് ഉറപ്പുണ്ടായെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് പറയണത്? അല്ല, എനിക്ക് ഉറപ്പുണ്ടോന്നോ? വേറൊരു ഉറപ്പല്ലട്ടോ വക്കീലേ, 100% ഉറപ്പാട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ ദേ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കൂലോ അല്ലേ? അത് കറക്റ്റാണ് കേട്ടോ, നടക്കും, നടന്നിരിക്കും, 100% നടക്കും. ഒന്നിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ താന്, സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ നടക്കണം, മനസ്സിലായോ? മഹാദേവ സാറ് അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ദേ, ഈ KT വക്കീൽ കൂടെ ഉണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും പോരെ. എന്നാൽ പിന്നെ താൻ വേഗം വിട്ടോട്ടോ. തീർച്ചയോടോ, വൈകുന്നേരമാണ് ഫങ്ഷൻ, അത് പറയേണ്ടല്ലോ ആവശ്യമില്ലല്ലോ. ഫങ്ഷന് മുമ്പ് കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കണം. ഓക്കെ, ആ ശരി. ഒരു ചെറിയ പാളിച്ച, ചെങ്കൽ പാളിച്ച പോലും ഉണ്ടാവരുത്. ഉണ്ടാവില്ല മഹാദേവ സാറേ. വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് പറഞ്ഞു KT വക്കീൽ. എന്നാൽ പിന്നെ താൻ അങ്ങോട്ട് വിട്ടോടോ. ഞാൻ അതോർത്തിങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുക. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ അപ്പുറത്ത് മണിമുത്തശ്ശി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. എന്താ കാര്യമെന്നൊന്നും പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എങ്കിൽ KT വക്കീലും മഹാദേവനോട് ഭയങ്കര രഹസ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് മാത്രമേ നമ്മുടെ മണിമുത്തശ്ശിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ശരി, തന്നാപ്പിട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ വക്കീൽ അങ്ങ് പോയി. ഭയങ്കര സന്തോഷത്തിൽ മഹാദേവൻ, അതെ അമ്മേ, അമ്മയുടെ മോൻ ചാരങ്ങാട്ട് മഹാദേവൻ ആഗ്രഹിച്ച വലിയൊരു കാര്യമുണ്ടല്ലോ, വലിയൊരു സ്വപ്നം, അത് നേടിയെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. എന്താണ് എന്ന് ചോദിച്ചോ? എന്താണെന്നാണോ അമ്മ ചോദിച്ചത്? അതെ, ഈ ചാരങ്ങാട്ട് മഹാദേവനെ ഈ തൃശ്ശൂർ അങ്ങോട്ട് എടുക്കാൻ പോവാട്ടോ അമ്മേ എന്ന് പറഞ്ഞു. ഇനി ഈ തൃശ്ശൂർ ചാരങ്ങാട്ട് മഹാദേവന് സ്വന്തം അല്ലേ? പൊളിയല്ലേ? അപ്പം ഈ തൃശ്ശൂരിലും ജയിക്കാൻ പോണതേ ഈ ഞാനാട്ടോ, ഈ ചാരങ്ങാട്ട് മഹാദേവൻ, അമ്മയുടെ മോൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയും ശങ്കരയും നമ്മുടെ ഗംഗനെയാണ്. അപ്പോൾ ഇതേവർ 3 പേരോട് ഒരുമിച്ചിരുന്ന നമ്മുടെ ഈ ഗൗരിയുടെ പിറന്നാൾ അടിവെട്ടാക്കണം, ഗംഭീരാക്കണം, അടിച്ച് പൊളിച്ച് നമുക്ക് ആഘോഷിക്കാം കേട്ടോ. എൻ്റെ പൊന്ന് ഗൗരി, നീ പറയണതല്ലേ, കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം, ഫുൾ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വേണ്ട ശങ്കർ, പ്ലീസ്, എനിക്ക് വേണ്ട ഈ വലിയ ആഘോഷമൊന്നും വേണ്ടാന്നോ? അതെങ്ങനെയാ? ഈ ചാരങ്ങാട്ട് വന്നിട്ട് നിൻ്റെ ആദ്യത്തെ പിറന്നാളല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാ അത് ആഘോഷിക്കണ്ടെന്ന് കാണാൻ പറഞ്ഞാൽ ഞാൻ കേക്കില്ല എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഗൗരിയുടെ കവളെ പിടിച്ചു കേട്ടോ. എൻ്റെ ചക്കര, ഇതെൻ്റെ ആഗ്രഹമാണ്, നീ സമ്മതിച്ചേ പറ്റൂട്ടോ എന്ന് പറഞ്ഞു. അതെ ശംഖു, നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഔട്ട്സൈഡറായിട്ടുള്ള ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് കേട്ടോ. നീ എങ്ങനെയാടി ഔട്ട്സൈഡർ ആകുന്നത്? നീ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പല്ലേ, പിന്നെ എങ്ങനെയാ? പിന്നെയും ഗൗരിയുടെ മോതയ്ക്ക് പിടിച്ചു. അതെ, നിങ്ങളുടെ റൊമാൻസൊക്കെ പിന്നെ ആവാന്നേ, ഞാൻ പറഞ്ഞ കേട്ടില്ലേ, ഞാനില്ലാത്തപ്പോഴാകുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. എന്തേ ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെ വേണമെന്ന് ആദ്യം പറ, കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ, അതെ ശങ്കർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, കുഴപ്പമൊന്നുമില്ല. അതെ, അന്ന് രാവിലെ വടക്കുനാഥൻ്റെ അമ്പലത്തിലൊന്ന് പോയാൽ മാത്രം മതി, അതുകൊണ്ട് അത് മാത്രം മതി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് പെണ്ണേ ശരിയാണത് എന്ന് ചോദിച്ചു. അപ്പോൾ ശംഖു വീണ്ടും കവളെ പിടിക്കാൻ നിന്നപ്പോഴത്തേനും, ശംഖു, നിനക്ക് ഗൗരിയുടെ അദ്ദേഹത്തെ തൊടാതെ സംസാരിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കറിൻ്റെ രൂപഭാവം മാറി, തുറപ്പിച്ച് ഇങ്ങനെ നോക്കിയിട്ട് എന്താ എന്ന് ചോദിച്ചു.
നീ എന്താണ് ഇങ്ങനെ തറപ്പിച്ച് നോക്കണത്? ദേ എൻ്റെ സുന്ദരി കൊച്ചിൻ്റെ കഴുത്തി കിടക്കണ താലി കണ്ടോ നീ? കണ്ടെങ്കിൽ അതെ ഇങ്ങനെ ഒരു അലങ്കാരത്തിന് കെട്ടിത്തൂക്കിയിട്ടിരിക്കണമല്ല, മനസ്സിലായോ? ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സ്നേഹിക്കാനുള്ള ലൈസൻസ് കൂടിയാട്ടോ ആ താലി. അത് നിനക്കറിയോ? പിന്നെ ആ താലി എൻ്റെ കിടാവിനെ കഴുത്തി കെട്ടിയത് എന്നോട് എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോടി നിനക്ക്? അങ്ങനെ ചേക്കണ അല്ലെങ്കിൽ കേൾക്കണ ഒരു പാവാടയാണ് ശങ്കർബായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നീ കേട്ടോട്ടോ, ഞാൻ ചിലപ്പോൾ ഇതുപോലെ ആരുടെ മുന്നിൽ വെച്ചും വേണമെങ്കിലും എൻ്റെ പെണ്ണെ കെട്ടിപ്പിടിക്കും, വേണമെങ്കിൽ ഞാൻ ഉമ്മ വരെ കൊടുക്കും. എടി ഗംഗേ നീ കേട്ടോ, നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഗംഗയ്ക്ക് ദേഷ്യം വന്നിട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം, എങ്ങനെയുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും, നീ എന്ത് വേണേൽ ചെയ്തോ, ബർത്ത്ഡേ ഫംഗ്ഷൻ നിൻ്റെ ഇഷ്ടത്തിന് നീ നടത്തിക്കോ, ഡിസൈൻ ചെയ്യാനും ഒന്നിനും എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഗംഗ ചവിട്ടിത്തുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി. അയ്യോ ഗംഗേ എന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ ഗംഗ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേഗം ഗൗരി പറയുക, ഇത്രയും വേണ്ടായിരുന്നു ശംഖുവും. എടി നീ എന്തേ പറയുന്നത്? അവൾക്ക് ഒരിത്തിരി ബുരുബുരുപ്പുണ്ടായിരുന്നു സ്വർഗത്തിലെ കട്ടുറുമാകാനായിട്ട്. അതെ അവളുടെ കാണുക തന്നെ അത് ചെയ്യണം, എങ്കിലേ അവളുടെ ആ ഒരു ബുദ്ധിമുട്ട് അതങ്ങ് മാറിക്കിട്ടുള്ളൂ. അതിനുവേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഒരു നാണവുമില്ല ആരുടെ മുന്നിൽ വെച്ചിട്ട്. എന്നാലും അതൊക്കെ വിട്ടുകളാം. എന്നാലും നീ എല്ലാം സമ്മതിച്ചല്ലേ എൻ്റെ ഗൗരിയെ? എന്നിട്ടിപ്പോൾ കാലുമാറാൻ നിൽക്കരുത് കേട്ടോ, ഒട്ടും ശരിയല്ല കേട്ടോ. ശരിക്കും ദേ പിള്ളേരിങ്ങനെയല്ലേ, ഒക്കെ പറഞ്ഞ് സമ്മതിക്കും, അവസാനം കാലും മാറും. പറയാൻ പറ്റില്ല. എൻ്റെ ഗൗരി ഇങ്ങനെയല്ലേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ വീണ്ടും ഗൗരി കെട്ടിപ്പിടിച്ച് റൂമിയൊക്കെ കൊടുത്തു. അപ്പോൾ ഗൗരി, എന്താ ശങ്കർ ഇപ്പം ഇവിടെ ഗംഗയില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം എനിക്ക് എന്തിനാ ഉമ്മ തന്നത്? എനിക്ക് സ്വന്തമായിട്ടൊന്ന് തോന്നിയിട്ട് തന്നാ കേട്ടോ. എന്തേ എൻ്റെ കെട്ടികൾക്ക് എന്തേ അത് വല്ല തെറ്റുണ്ടോ പ്രൊഫസറുടെ മോളെ? അപ്പോൾ ഗൗരി ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ചിരിക്കുക. നീ ആരും കാണാത്ത പോലെ കുനിഞ്ഞു നിന്ന് ചിരിക്കുമൊന്നും വേണ്ട, എനിക്കറിയാം കേട്ടോ സന്തോഷമായി എന്ന്. ഇപ്പോൾ വരാട്ടോ, അതിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കുറച്ച് കാര്യം കൂടി ഇപ്പം ചെയ്യാനുണ്ട് കേട്ടോ, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ പുറത്തേക്ക് പോയി. പിന്നെ നമ്മൾ കാണുന്നത് ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ആ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ അജിത്തും ജോജുവും പിന്നെ ഗംഗയും എല്ലാവരുടെ ഡെക്കറേഷനൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗംഗ അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശംഖുവും ഞങ്ങളും ഒക്കെ ചേർന്നിട്ട് അടിപൊളിയായിട്ടോ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കണത്. അപ്പോൾ ശംഖു നമ്മുടെ രാജകുമാരിയെ പോലെ ഇരിക്കുന്ന ഗൗരിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. പുറകെ നമ്മുടെ മഹാദേവനും കുഴുത്തുരുമ്പ് വക്കീലും വന്നു. അപ്പോൾ വന്നിട്ട് എടോ പെരട്ട വക്കീലേ അവരെവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ നമ്മുടെ അമ്പറം തമ്പിയും പിള്ളേരും എപ്പോഴും ലാൻഡ് ചെയ്തു. അപ്പോൾ ഇതേ കുറേ ഗുണ്ടകൾ അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ദേ അതാണ് തമ്പിയും തമ്പിയുടെ ഗ്യാങ്ങും, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഹാദേവൻ പിന്നെ നമ്മൾ കമല ഒരു ഭയങ്കര ലുക്കിലാണ് കേട്ടോ വരുന്നത്, ഒരു വെറൈറ്റി വേഷത്തിലൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നു, ഫംഗ്ഷനൊക്കെ തുടങ്ങാറായി. ഇനി ആരെയും കാത്തിരുന്ന സമയങ്ങളെയില്ല, ഫംഗ്ഷൻ അങ്ങോട്ട് തുടങ്ങാൻ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ശംഖു ഓരോന്ന് കൗണ്ട് ചെയ്യാണ്. 5 4 3 2 1 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വേഗം തന്നെ ഈ 1 പറഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ബോംബ് പോലെ എന്തോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലയിടത്തിയുടെ ഒരു കാർ ചെയ്യും കേൾക്കാം. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് എന്താ കമലയിടത്തി എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗൗരിയെ കാണാനില്ല എന്നാണ് കമല പറയണത്. അപ്പോൾ എല്ലാവരും വന്ന് പരിഭ്രാന്തരൊക്കെ ആയി, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇനി ഒരു മാസത്തിന് ശേഷം മാത്രമേ ഇനി ഗൗരി ശങ്കർ ഉള്ളൂ കേട്ടോ. ഇനി സെപ്റ്റംബർ 23 മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഇവർ പറയണത്. അപ്പം നമുക്ക് അതുവരെ കാത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.